Dear students, welcome to Learner's World. In this video, I am going to talk about A Robot with a Virus by Pedro Pablo Sacristan. Unit 1, Harmony of Marvels, 7th Standard, English, New Textbook, Kerala Syllabus. Unit 1, Harmony of Marvels. Kerala Syllabus in 7th Standard ഇംഗ്ലീഷിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ആദ്യത്തെ യൂണിറ്റാണ് ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹാർമണി ഓഫ് മാർവൽസിൽ വരുന്ന ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന സ്റ്റോറി റിട്ടൺ ബൈ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു പിക്ചർ കാണാൻ കഴിയും. അതായത് ഒരു റോബോട്ട് ചെയ്യുന്ന ഒരുപാട് ജോലികൾ കാണിക്കുന്ന ഒരു പിക്ചറാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. അപ്പോൾ നമ്മൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സിനെ, അതായത് പലതരം ജോലികൾ ചെയ്യുന്ന, ക്ലീനിങ് ജോലി ചെയ്യുന്ന റോബോട്ട്, അതുപോലെ ഫുഡ് സെർവ് ചെയ്യുന്ന റോബോട്ട്, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന റോബോട്ട്സിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം, അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താം. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? എന്തൊക്കെയാണ് സാധാരണ ഒരു റോബോട്ട് ചെയ്യുന്ന ജോലികൾ? എന്തൊക്കെ ജോലികളാണ് റോബോട്ട് ചെയ്യുന്നത്? സെർവ് ഫുഡ്, അതായത് ഭക്ഷണം, ചില ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം സെർവ് ചെയ്യുന്നത് റോബോട്ടാണ്. ക്ലീൻ ഹൗസ്, വീട് ക്ലീൻ ചെയ്യുന്നത് റോബോട്ടാണ്. കുക്ക് മീൽസ്, ഭക്ഷണം പാചകം ചെയ്യുന്നത് റോബോട്ടാണ്. അസിസ്റ്റൻറ്റ് സർജറീസിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്നത് റോബോട്ടാണ്. അഗ്രികൾച്ചർ മീൻസ് ഈ കൃഷിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ റോബോട്ട് ഉണ്ടാകുന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാസ്കുകൾ റോബോട്ട് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൗസ് ഹോൾഡ് കോഴ്സ് എന്ന് മീൻസ് നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റോബോട്ടുകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ എന്നുള്ള ആൻസറാണ് വരുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന്, അല്ലെങ്കിൽ നോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ടു? അതായത് നിങ്ങളുടെ വീട്ടിലൊരു റോബോട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എന്തൊക്കെ ജോലികളാണ് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക? എന്തൊക്കെയാണ്? നമ്മുടെ അമ്മ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയെ സഹായിക്കാൻ റോബോട്ടിനെ നമുക്ക് ഏർപ്പാടാക്കാം. ഹെൽപ്പ് മൈ മോം ഇൻ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് ഡിഷസ് എക്സെട്ര. ദെൻ ഹെൽപ്പ് മീ ടു ഡു മൈ ഹോംവർക്ക്. ഇത് നമ്മളെ വീട്ടിലൊരു റോബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോംവർക്കൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന നമ്മളുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യുക, യൂണിഫോം അയൺ ചെയ്യുക, അതുപോലെ നമ്മുടെ ഷൂ പോളിഷ് ചെയ്യുക, അങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് വേണമെങ്കിൽ റോബോട്ടിനെ ഏൽപ്പിക്കാം. അടുത്തത്, ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. അതായത് വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഡിവൈസസ് മീൻസ് കുറച്ച് ഉപകരണങ്ങളെ പേരുകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഉപകരണങ്ങളാണ് വീട്ടിൽ ഉള്ള ഡിവൈസസ്? ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, റെഫ്രിജറേറ്റർ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാർവൽസ് പറഞ്ഞിട്ടുള്ള ആ യൂണിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് അബൌട്ട് ദ ഓദറിനെ കുറിച്ചിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി റിട്ടേൺ ചെയ്തിരിക്കുന്നത് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ബോൺ ഇൻ മാഡ്രിഡ് ഇൻ 1973 ബോൺ ചെയ്തത്. മാഡ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ബോൺ ചെയ്തത്. ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലേഡ് ഹിം ടു ക്രിയേറ്റ് ബെഡ് ടൈം സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ് ദാറ്റ് ഹെൽപ്പ് ടീച്ച് കിഡ്സ് വാല്യൂസ്. അദ്ദേഹത്തിന് എഡ്യൂക്കേഷനിൽ
ഭയങ്കര പാഷൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനെ എഴുത്തുകളിലേക്കൊക്കെ സഹായിച്ചു. അദ്ദേഹം ബെഡ് ടൈം സ്റ്റോറീസ് അദ്ദേഹം എഴുതാറുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് എഴുതാറുണ്ട്. ഈ കുട്ടി കുട്ടി കഥകളും ഒക്കെ എഴുതുന്നതിലൂടെ കുട്ടികളിൽ വാല്യൂസ്, ധാർമ്മികത, മൂല്യങ്ങൾ ഉയർത്താനൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ് എക്സെട്ര. അപ്പോൾ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റ്യൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് സ്റ്റോറീസാണ് പറയുന്നത്. റെഡ് മൂണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ് തുടങ്ങിയിട്ടുള്ള സ്റ്റോറീസൊക്കെ. ഓക്കെ, let's move on to the line by line explanation of the story A Robot with a Virus by Pedro Pablo Sakristin. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് റോബോട്ടിന് കണ്ടിട്ടുണ്ടാവും. റോബോട്ട് ഒരുപാട് ടാസ്കുകൾ, നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ടാസ്കുകളൊക്കെ റോബോട്ട് ചെയ്യും. ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഫുഡ് ഒക്കെ സെർവ് ചെയ്യുന്നത് റോബോട്ടാണ്. ക്ലീനിങ് ചെയ്യും. അങ്ങനെ പല പല ജോലികൾ റോബോട്ട്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അതൊരു സൂര്യപ്രകാശമുള്ളൊരു പ്രഭാതമായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ്, അതായത് ഇങ്ങനെ സൂര്യൻ ആ ഒരു സ്ട്രീറ്റിലുടനീളം, ആ ഒരു തെരുവിലുടനീളം ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വീടിൻ്റെ മുകളിലൊക്കെ സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുന്നുണ്ട്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. എയർ എങ്ങനെയായിരുന്നു? ക്രിസ്പായിരുന്നു, റിഫ്രഷിങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. The sunbeams peeped into Rocky's room through the skylight. Sunbeams means സൂര്യകിരണങ്ങൾ. റിക്കിയുടെ റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് സൂര്യകിരണങ്ങൾ എന്നാണ് പറയുന്നത്. റിക്കിയാണ് ഇതിലെ കഥാപാത്രം. സെൻട്രൽ കഥാപാത്രമായിട്ട് വരുന്നത് റിക്കിയാണ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവനിപ്പോഴും എഴുന്നേറ്റിട്ടില്ല, അവനിപ്പോഴും ബെഡിൽ തന്നെയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവന് ഒരു യങ് ബോയ് ആണ്, 11 വയസ്സായിട്ടുള്ള ഒരു യങ് ബോയ് ആണ്. അവനിപ്പോഴും ബെഡിൽ കിടക്കുകയാണ്. അവൻ്റെ റൂമിലോട്ട് സൂര്യകിരണങ്ങൾ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റിക്കി lived in a lovely and futuristic house which had everything you can ever want. റിക്കി ജീവിക്കുന്നത് വളരെ ലവ്ലി ആയിട്ടുള്ള, സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് മീൻസ് ഒരു ആധുനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുള്ള ഒരു വീട്ടിൽ, എല്ലാ സംഭവ വികാസങ്ങളുള്ള ഒരു വീട്ടിലാണ് റിക്കി ജീവിക്കുന്നത്. ബട്ട് ഹി വാസ് സ്ലോവലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ അവൻ അലസനായിരുന്നു. അവൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവനൊരു മടിയനായിരുന്നു. സ്ലോവലി മീൻസ് അലസനായിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ വീട്ടിൽ അവനക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവനൊരു അലസനായതുകൊണ്ട് തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടൊക്കെയാണ് വീട്ടിലൊക്കെ. ബിലോങ്ങിങ്സ് മീൻസ് അവൻ്റെ വസ്തുക്കൾ. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്കുള്ള ജോലി അവൻ്റെ റൂം ക്ലീൻ ചെയ്യാണ്. അതായത് അവൻ്റെ വസ്തുക്കൾ, അവൻ്റെ ബുക്ക്, ബോൾ, ബാഗ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ചിന്നി ചിതറി കിടക്കുകയാണ് റൂമിൽ, അതൊക്കെ പെറുക്കി കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അമ്മയുടെ ജോലി. His mother was the manager of a bank left in the morning for work. അതായത് നമുക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം, ബാങ്കിൽ ജോലി മാനേജറാണ്. അപ്പോൾ ബാങ്കിലേക്ക് പോവാൻ ഈ റിക്കിയുടെ ബിലോങ്ങിങ്സൊക്കെ, വസ്തുക്കളൊക്കെ പെറുക്കി വൃത്തിയാക്കിയിട്ട് വേണം ബാങ്കിലേക്ക് പോവാൻ. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അതുകൊണ്ട് തന്നെ അമ്മക്കെപ്പോഴും കഠിനമായ ജോലികളാണ്. ബാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് റിക്കിയുടെ വസ്തുക്കളൊക്കെ അടുക്കി പെറുക്കി വെക്കണം. അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട്. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അപ്പം അമ്മ റിക്കിനെ വഴക്ക് പറയാണ്, നിനക്ക് എന്താ നിൻ്റെ സ്കൂൾ ബാഗൊക്കെ സ്റ്റഡി റൂമിൽ വെച്ചൂടെ എന്നുള്ള രീതിയിൽ പറയണം.
റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ വാഷിംഗ് മെഷീൻ. നിൻ്റെ മുഷിഞ്ഞ ക്ലോത്ത്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടണമെന്ന് പറയുന്നുണ്ട്. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് വാഷ് ചെയ്യണം. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റിക്കി ഒരു അലസനായ കുട്ടിയായിരുന്നു. ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാം വലിച്ചു വാരിയിടുന്ന ഒരു കുട്ടിയായിരുന്നു. റിക്കി ഡിഡിൻറ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. റിക്കി ഒരിക്കലും ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ഹെൽപ്പും ചെയ്യാറില്ല, ഒരു കാര്യവും നന്നായിട്ട് ചെയ്യാറില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. പക്ഷേ അവൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എന്തിന്? അവൻ്റെ പാരൻസ് വീട്ടിലൊരു പുതിയ റോബോട്ടിനെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അങ്ങനെ ഈ റോബോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. റോബോട്ടിന് ഒരുപാട് ജോലികളുണ്ടായിരുന്നു. ക്ലീനിങ്, കുക്കിങ്, അയണിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ടാസ്ക് റോബോട്ടിന് കിട്ടിയത് റിക്കിൻ്റെ ക്ലോത്ത്സ് ആകെ ചെതറി കിടക്കുന്ന റൂമിൽ അതൊക്കെ അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളതായിരുന്നു വലിയൊരു ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്. On the first day when he went to sleep, his bedroom was in a disastrous state as usual. അപ്പോൾ ഈ റോബോട്ട് വന്ന ആ ഒരു ആദ്യത്തെ ദിവസം തന്നെ റിക്കി ഉറങ്ങാൻ പോയ സമയത്ത് അവൻ്റെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഒരു ഡിസാസ്ട്രസ് സ്റ്റേറ്റിലാണ്. ഡിസാസ്ട്രസ് മീൻസ് ഒരു വിനാശകരമായിട്ടുള്ള, ആകെ നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരുന്നു. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പക്ഷേ അവൻ പിറ്റേ ദിവസം ഉണർന്ന സമയത്ത് നോക്കുമ്പോൾ റൂം ആകെ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. ടൈഡി മീൻസ് വൃത്തി ആയിട്ടിരിക്കുന്നുണ്ട്. അവനത് കണ്ട് ആശ്ചര്യം തോന്നി. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലൈംഡ്. അപ്പോൾ അവൻ പറയാണ്, അത്ഭുതം തന്നെ, എങ്ങനെയാണ് ഇത്രയും എൻ്റെ റൂം വൃത്തിയുള്ളതായത്. ടൈഡി മീൻസ് വൃത്തിയുള്ളതായത്. ഹി എക്സ്ക്ലൈംഡ് മീൻസ് ആശ്ചര്യപ്പെട്ടു. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. Ricky couldn't find his favorite t-shirt nor his favorite football. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ്റെ റൂം ഭയങ്കര നീറ്റായിരുന്നു. എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു റോബോട്ട്. പക്ഷേ അവന് എന്താണ് സംഭവിച്ചത്? അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ട് കാണാനില്ല, അവൻ്റെ ഫുട്ബോൾ കാണാനില്ല. ഇതൊക്കെയായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. where is my t-shirt? where is my ball? He പെസ്റ്റേർഡ് ഹിസ് മദർ. അപ്പോൾ അമ്മനോട് ദേഷ്യപ്പെട്ടുകൊണ്ട്, പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു എന്നാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് അമ്മനോട് ചോദിക്കുകയാണ്, എൻ്റെ ഫുട്ബോൾ എവിടെ, എൻ്റെ ടീഷർട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ റോബോട്ട് ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാനില്ല. He could not find his things even after he had searched up and down. അപ്പോൾ അവന് എല്ലായിടത്തും സെർച്ച് ചെയ്തു, പക്ഷേ എവിടെയും കാണാനില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്. അങ്ങനെ അവനോട് തന്നെ ചോദിച്ചു, where could they have gone? എവിടെയാണ് എൻ്റെ ടീഷർട്ട് പോയത്, അല്ലെങ്കിൽ എവിടെയാണ് ആ ബോൾ പോയത് എന്ന് ചോദിക്കുകയാണ്. However, much he searched during the day, those two items did not reappear. അങ്ങനെ അവന് ആ ഒരു ദിവസം മുഴുവൻ അവൻ തിരഞ്ഞു, പക്ഷേ അവൻ്റെ ടീഷർട്ടും കാണാനില്ല, ആ ഫുട്ബോളും കാണാനില്ല. ആൻഡ് സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കൾക്കും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ബാക്കിയുള്ള അവൻ്റെ ബിലോങ്ങിങ്സ്, അവൻ്റെ സാധനങ്ങളൊന്നും കാണാനില്ല. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ഗ്ലീമിങ് ബട്ട്ലർ റോബോട്ട്. അങ്ങനെ റിക്കിക്ക് പിന്നെ അവൻ്റെ വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് റോബോട്ടിൻ്റെയോട് ഒരു സംശയം തോന്നി. ഇത് റോബോട്ട് ശരിക്കുള്ള റോബോട്ടാണോ, അതൊരു കള്ളനാണോ, എൻ്റെ വസ്തുക്കളൊക്കെ അവൻ മോഷ്ടിച്ച് കൊണ്ടുപോവുകയാണോ എന്നുള്ള സംശയമൊക്കെ തോന്നി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക് ഹി തോട്ട്. അവൻ വിചാരിക്കുകയാണ്, ഇതൊക്കെ റോബോട്ടിൻ്റെ പണിയാണ്, റോബോട്ടാണ് എൻ്റെ വസ്തുക്കളൊക്കെ എടുത്തു വെക്കുന്നത്, അതാണ് അതൊന്നും കാണാത്തത് എന്ന് വിചാരിക്കണം. He hatched a plan to spy on the robot. Spy means ചാരൻ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? റോബോട്ടിനെ
നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു ചാരപ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. അതായത് റിക്കി എന്ത് ചെയ്തു? റോബോട്ടിനെ ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി, ഒരു ചാരപ്രവൃത്തി നടത്താൻ തുടങ്ങി. റോബോട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാണ് കൊണ്ടുവെക്കുന്നത് എന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഇറ്റ്സ് ക്ലോത്ത്സ്. Ricky followed the robot without making a sound. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അങ്ങനെ ഒരിക്കലും ഈ റോബോട്ടിനെ റിക്കി ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ്. എന്താണ് ഈ റോബോട്ട് ചെയ്യുന്നത്, എൻ്റെ ഡ്രസ്സുകൾ, എൻ്റെ വസ്തുക്കളൊക്കെ റോബോട്ട് എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ റോബോട്ട് എന്ത് ചെയ്യാണ്? ടീഷർട്ട് സ്റ്റോറൂമിൽ ഇങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യുന്ന ഒരു രംഗം റിക്കി കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഓഫ് ഹി വെൻ റണ്ണിങ് ടു ഹിസ് പാരൻസ്. ഇത് കണ്ടപ്പോൾ റിക്കിക്ക് മനസ്സിലായി, എൻ്റെ ടീഷർട്ട്സൊക്കെ ഇവിടെ ഉണ്ട്, ഇതൊക്കെ റോബോട്ട് മടക്കി വെക്കുകയാണ്, സ്റ്റോർ റൂമിലാണ് മടക്കി വെക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അവന് പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി. ഫാദർ, ദിസ് മട്ടൽ റോബോട്ട് ഈസ് ഫോൾട്ടി. അപ്പോൾ അച്ഛനോട് പറയാണ്, ഈ ഒരു റോബോട്ട് അത്ര നല്ലതല്ല, അവന് തെറ്റുകാരനാണ്. ഹി ഹാസ് ഫ്ലിഷ്ഡ് മൈ തിങ്സ്, ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. അവന് എൻ്റെ വസ്തുക്കളൊക്കെ അവന് ഒളിപ്പിച്ച് വെക്കുകയാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് അവനെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്നാണ് റിക്കി അച്ഛനോട് പറയാണ്. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. അവനെ ഇവിടുന്ന് പറഞ്ഞയക്കാം. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. പക്ഷെ അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞു, ഒരിക്കലും അവനെ റോബോട്ടിനെ ഇവിടുന്ന് പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞു. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അപ്പം അച്ഛൻ പറയാണ്, അവന് വളരെ എക്സ്പേർട്ടാണ്, അവന് നല്ല രീതിയിൽ തന്നെയാണ് അവൻ്റെ ടാസ്കൊക്കെ ചെയ്യുന്നത്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റോബോട്ടിന്. അച്ഛൻ പറയുന്നത് റോബോട്ട് എല്ലാ ടാസ്കുകളും നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷേ ഒബ്സ്റ്റിനേറ്റ് മീൻസ് ശാഠ്യമുള്ള, അതായത് റിക്കിക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. റിക്കി ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അങ്ങനെ അച്ഛനും മകനും തമ്മിൽ ഒരു ചൂടേറിയ വഴക്കൊക്കെ അവിടെ നടന്നു എന്നാണ് പറയുന്നത്. കോൺവെർസേഷൻ, അതായത് അവർ തമ്മിൽ ചൂടേറിയ ഒരു കോൺവെർസേഷൻ അവിടെ നടന്നു. അപ്പോൾ ഫാദർ പറയാണ്, എ റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പം അച്ഛൻ പറയാണ്, റോബോട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഡിവൈസാണ്, ഒരു നല്ലൊരു ഉപകരണമാണ്, അതെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്ക്. അപ്പോൾ റിക്കി പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവൻ നല്ലത് ചെയ്യുന്നതിനേക്കാൾ ചീത്തയാണ്, നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ് അവൻ ചെയ്യുന്നത് എന്ന് റിക്കി പറയാണ്. അപ്പോൾ ഫാദർ പറയാണ്, യു ആർ റോങ്. നിനക്ക് തെറ്റിപ്പോയി റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്കറിയില്ല എങ്ങനെയാണ് ഒരു റോബോട്ട് ജോലി ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല. അപ്പോൾ റിക്കി പറയാണ്, ഐ ക്യാൻ എഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളോട് എഗ്രി ചെയ്യാൻ കഴിയില്ല, നിങ്ങളോട് സമ്മതിക്കാൻ കഴിയില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അപ്പോൾ റിക്കി പറയാണ്, എനിക്ക് അച്ഛൻ്റെ ആ ഒരു ആശയമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ റോബോട്ട് നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ല, അതൊരു വലിയൊരു പ്രോബ്ലമാണ്, നമുക്കത് ദോഷം ചെയ്യുമെന്ന് പറയണം. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. അപ്പം പാരൻസിനോട് പറയാണ്, റോബോട്ട് എൻ്റെ വസ്തുക്കളെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഔട്ട്വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡേഡ്. അപ്പോൾ അവൻ എന്ത് ചെയ്താലും അത് നന്നായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല, കാരണം എൻ്റെ ഐറ്റംസ്, എൻ്റെ വസ്തുക്കളെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റോബോട്ട് എന്ന് പറയാണ്. വൺ ഡേ ദ റോബോട്ട് വാസ് വെരി പാസ്റ്റ് ഹാർഡ് ദ ബോയ്സ് കംപ്ലയിൻസ്. ഒരിക്കൽ
ഈ റോബോട്ട് ഈ റിക്കിയുടെ കംപ്ലൈൻറ്റ്സ് പരാതികൾ കേട്ടിട്ട് വിറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ റോബോട്ട് തിരിച്ചു വന്നത് റിക്കിയുടെ കുറച്ച് ക്ലോത്ത്സും കുറച്ച് വസ്ത്രങ്ങളും അതുപോലെ ഷൂസൊക്കെ ആയിട്ടായിരുന്നു തിരിച്ചു വന്നത്. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റലിക് വോയിസ്. അപ്പോൾ റോബോട്ട് പറയാണ്, ഇതാ നിങ്ങളുടെ വസ്തുക്കൾ, ഞാനിത്ര വിചാരിച്ചില്ല, അതായത് നിങ്ങൾ ഇറ്റ് വാസ് ബോദറിങ് യു, ഇത് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്, ബോദറിങ് മീൻസ് അലട്ടുന്ന ഒരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നുള്ളത് റോബോട്ട് പറയാണ്. ഒരു മെറ്റലിക് വോയിസിലാണ്, മെറ്റലിക് മീൻസ് അവരുടെ ഒരു ലോഹ ശബ്ദത്തിലാണ് അവർ പറയുന്നത്. ഹൗ കുഡ് നോട്ട് യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. അപ്പോൾ റിക്കിക്ക് ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, നിങ്ങളൊരു കള്ളനാണ്, നിങ്ങൾ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ റോബോട്ട് പറയണം, ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈൻ സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ. അതായത് ഞാൻ നിങ്ങളുടെ വസ്തുക്കളൊക്കെ, സ്കാറ്റേഡ് മീൻസ് ചിന്നി കിടക്കുക, അതായത് ഈ ഫ്ലോറിലൊക്കെ ചിന്നി കിടക്കുകയാണ് നിങ്ങളുടെ വസ്തുക്കൾ. അപ്പോൾ അത് അതാണ് ഞാൻ കണ്ടത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം, ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് ആവശ്യമില്ല എന്ന്. ഐ എം പ്രോഗ്രാമഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുക്കാൻ ഉള്ള ഒരു പ്രോഗ്രാമാണ് എന്നിലുള്ളത്. ഐ എം പ്രോഗ്രാമഡ് ടു കളക്ട് ഓൾ that is not wanted. At night I send them to places where other humans can use them. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ റൂമിൽ ഇങ്ങനെ വസ്തുക്കൾ വലിച്ചു ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതെല്ലാം പെറുക്കി ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് സെൻഡ് ചെയ്തു. ഐ എം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ, വർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. അപ്പോൾ വളരെ പ്രൈഡോട് കൂടിയിട്ട് റോബോട്ട് പറയണ, ഞാനൊരു മാക്സിമം എഫിഷ്യൻസി മെഷീനാണ്, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ, അതിനെക്കുറിച്ചിട്ട് അവെയർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. റിക്കി വാസ് അഷെയിംഡ്. ആ സമയത്ത് റിക്കിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദൗ ദേ വർ യൂസ്ലെസ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിടുകയാണ്. പക്ഷേ ആ വലിച്ചു വാരിയിടുന്ന സാധനങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളത് റിക്കി മനസ്സിലാക്കിയിട്ടില്ല. അത് ഈ ഒരു മൊമെൻറ്റിലാണ് റിക്കി അത് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് റിക്കിക്ക് ഭയങ്കര ഷെയിം തോന്നി. ഹി കെയർഡ് ഫോർ നത്തിങ്, യെറ്റ് ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. അതായത് ഈ ലോകത്ത് റിക്കിയുടെ ആ ഒരു വസ്തുക്കൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന, അത് കിട്ടാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് റിക്കി ഈ ഒരു മൊമെൻറ്റിൽ മനസ്സിലാക്കുകയാണ്. Unlike him, they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. ആ ഒരു സമയത്താണ് റിക്കി റിയലൈസ് ചെയ്യുന്നത് ഈ റോബോട്ട് നല്ല റോബോട്ടാണ്, ഇതിനെ മിസ്പ്രോഗ്രാം ഒന്നല്ല ചെയ്തിരിക്കുന്നത്, നല്ല രീതിയിൽ തന്നെയാണ് ഇതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. rather it had been programmed extremely well. നല്ല രീതിയിലാണ് ഈ ഒരു റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്ന് റിക്കി മനസ്സിലാക്കുകയാണ്. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അതുവരെ റിക്കി ഒരു അലസനായിരുന്നു. അവനൊരുപാട് ബിലോങ്ങിങ്സ് ഉണ്ടായിരുന്നു, വസ്തുക്കളുണ്ടായിരുന്നു, ഷൂസ്, ഡ്രസ്സ്, ഒരുപാട് ബുക്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിച്ചു വാരിയിടായിരുന്നു. പക്ഷേ ഈ റോബോട്ടിലൂടെ അവൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഈ വലിച്ചു വാരിയ സാധനങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട് എന്നുള്ളത്. പിന്നീട് റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറുകയാണ്. ഈ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്. അപ്പോൾ അവൻ്റെ തിങ്സൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ തുടങ്ങി. He kept them tidy and made sure he didn't have more than what was necessary. അവൻ്റെ ബിലോങ്ങിങ്സ്, അവൻ്റെ ഐറ്റംസ്, അവൻ്റെ വസ്തുക്കളൊക്കെ അവന് നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ തുടങ്ങി. അവന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവൻ മനസ്സിലാക്കി. അവന് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം എടുക്കാൻ തുടങ്ങി. ആൻഡ് he took a left
left out of the Robert's book. With his pocket money, he began to help people and buy needful things for them. അപ്പോൾ അവൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾക്ക്, ആവശ്യക്കാർക്ക് അവന് നീഡ്ഫുള്ളായിട്ടുള്ള അവർക്ക് വേണ്ട വസ്തുക്കളൊക്കെ എത്തിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.